പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് ഇത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളും ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകളുമാണ്. ഈ രണ്ട് കാര്യങ്ങളോടുകൂടി നമ്മുടെ ഈ ആദ്യ ചാപ്റ്റർ അവസാനിക്കും. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുതുതായിട്ട് ഈ വർഷം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നെസ്റ്റഡ് ലൂപ്പ് എന്നൊരു പുതിയ കാര്യം പഠിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ ഓർക്കുന്നതായിരിക്കും. എന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചത്? നമുക്ക് ഒരു പ്രത്യേക കോഡുകളെ, പ്രോഗ്രാം ഭാഗങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 3 തരം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് കഴിഞ്ഞ വർഷം പഠിച്ചത്. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. എൻട്രി കൺട്രോളിൽ നിന്നും എക്സിറ്റ് കൺട്രോളിൽ നിന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. വൈൽ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്. ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നത് വ്യത്യസ്ത 4 കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് പരിചയമുണ്ട്. ഒന്ന്, ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, ലൂപ്പ് ബോഡി ഉണ്ടാവും, എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ്. ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആൻഡ് ലൂപ്പ് ബോഡി. ഈ ലൂപ്പിൻ്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ അവിടെ ഉണ്ടാവും. അതിന് നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ആദ്യത്തെ നമ്മൾ വൈൽ ലൂപ്പ്. അപ്പോൾ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹലോ എന്ന് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റായി COUT ഉപയോഗിക്കുന്നു. COUT ഹലോ എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും. അത് നമ്മൾ 10 പ്രാവശ്യം COUT ഹലോ, COUT ഹലോ, COUT ഹലോ എന്ന് 10 പ്രാവശ്യം നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് COUT ഹലോ എന്നുള്ള വാക്ക് 10 പ്രാവശ്യം ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ 100 പ്രാവശ്യം വേണമെങ്കിൽ നമ്മൾ 100 പ്രാവശ്യം എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ പറയുന്നു പ്രിന്റ് ഹലോ 10 ടൈംസ്. പ്രോഗ്രാമിൻ്റെ കോഡ് നമ്മൾ ചെറുതാക്കുന്നു. അപ്പോൾ അങ്ങനെ കോഡുകളെ നമുക്ക് ചില സ്റ്റേറ്റ്മെൻറ്റുകളെ നിരവധി തവണ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. നമ്മൾ ഇതിനകത്ത് ആദ്യത്തെ വൈൽ ലൂപ്പ് കാണുന്നു. വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് 3 രീതിയിലാണുള്ളത്. വൈൽ ആൻഡ് ഫോർ ആർ എൻട്രി കൺട്രോൾഡ് ആൻഡ് ഡു വൈൽ ഈസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. നമുക്ക് അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇനിഷ്യലൈസേഷൻ ലൂപ്പിന് മുകളിൽ നടക്കും. അതിനുശേഷം വൈൽ കീവേഡ് വൈൽ വിത്തിൻ പാരാൻസിസ് ടെസ്റ്റ് കണ്ടീഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ അവിടെ എഴുതും. ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നു. ഇഫ് ദി ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ട്രൂ, ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ്. അതിനുശേഷം അപ്ഡേറ്റ് എക്സ്പ്രഷൻ നടക്കും. അപ്ഡേറ്റ് ചെയ്യും. കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു, കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്നു. എപ്പോൾ ടെസ്റ്റ് ഫെയിൽ ആകുന്നു ആ സമയത്ത് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് 1 to 10 നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ C++ പ്രോഗ്രാം സ്ട്രക്ചർ ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് namespace std in main ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന് ഇനിഷ്യലൈസ് ചെയ്തു. int n is equal to 1 ഇനിഷ്യലൈസ് ആയ സ്റ്റേറ്റ്മെന്റ്. then while keywords പാരാൻസിനുള്ളിൽ n less than or equal to 10. this is the test expression. then opening brace cout n, ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ബോഡി ഓഫ് ദി ലൂപ്പ്. then update expression, ലൂപ്പ് കൺട്രോൾ വേരിയബിളായ n-നെ അപ്ഡേറ്റ് ചെയ്യുന്നു. n എന്നുള്ളത് ഇനിഷ്യലി ഇറ്റ് ഈസ് 1, now it is incremented by 1, n plus plus, that is equal to n is equal to n plus 1 equivalent to n is equal to n plus 1. so now n is equal to 2. condition is again checked whether n is less than or equal to 10. Yes, now the condition is true, n is true, that means less than 10.
So it will be repeated 10 times. So finally n plus plus, when n reaches 10, the value reaches 10, it will be checked and found correct. N is equal to 10, cout, and 10 will be printed. Then the value will be incremented by 1. Now n becomes 11, and again the condition is checked, n less than or equal to 10. It is not true, n is greater than 10, then the control comes out of the loop here, and program ends. അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യും. 1 2 3 4 5 6. ഇവിടെ നമുക്ക് 1 2 3 എന്നുള്ളത് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് താഴേക്ക് വരണമെങ്കിൽ നമ്മളിവിടെ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എസ്കേപ്പ് സീക്വൻസ് for new line character /n is used. So after completing this loop, the press any key statement will be displayed in a new line. Just check, compile, build, and execute. Now they press any key, and suppose you want to print 1 2 3 in vertical. Suppose you want to print 1 2 3 in vertical line, you have to use a cout statement inside the loop body. Inside anywhere you can use, above the cout statement or after the cout statement. So you can copy this control and you can paste here. So compile, build, and execute. Now you can see each number will be placed in a new line. So first a new line character will be inserted, then the number is in. So even you can place the statement after the update statement. Only one condition, it should be inside the loop body. Save, compile, build, and execute. Okay, so this is the working of while loop. The condition is checked first, so it is known as, it comes under the category of N-ry controlled loop. So now we will go move to the next looping statement 4. So here the difference is all the 3 components are placed together inside the braces after 4 keywords. So the initialization, test expression, and update expression, all these 3 are placed together, separated by semicolon within a parenthesis after the 4 keywords. So then comes the curly brace of the loop body. Here inside the curly brace, the loop body will be displayed. So if there is only a single statement in the loop body, these curly braces are not needed. So you can avoid this if only a single statement is there in the loop body. So initialization will be takes place, then test will occur, then loop body will execute, update statement will execute, then again the test will done. So and again the condition is checked using the test expression. If it is true, loop body will be executed. So this
പ്രോസസ് കണ്ടിന്യൂസ്. നമുക്കൊരു ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള ഇതേ പ്രോഗ്രാമിനെ നമ്മൾ ഫോറിലേക്ക് മാറ്റുമ്പോൾ നമ്മളതിനെ ഫോർ ജസ്റ്റ് നോക്കാം. സെയിം പ്രോഗ്രാം വൈൽ ലൂപ്പ് മാറ്റി എന്താക്കിയിട്ടുണ്ട്, ഫോർ ആക്കി. അപ്പം ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ ആൻഡ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ, these three statements are inside the parenthesis after for, and inside the curly brace after for body of the loop exists. So cout n, this slash n is used to print each number in a new line, and this cout is used to slash n, this escape sequence slash n is used to print the last statement, press any key on a new line. So here is the output when you execute 1 2 3 4 5 6 7 8 9 10 and press any key to continue. So this is how for loop works: initialization, test expression and update expression. So these expressions are separated by semicolons, and you can avoid this curly brace if there is only a single statement. Now there is a single statement, so you can avoid this braces. Now for loop cout n, you will get the same result but printed in a single horizontal line. Just compile and build, then execute. You can see 1 2 3 4 5 6 7 8 9 10. So these escape sequences are used to format our output. When we use more than one statement, you have to enclose these statements within the braces. The next one is do while loop. The syntax is like this: initialization takes place first, then the keyword do, opening brace, so body of the loop will be there, loop body, and update expression is there. After that, after executing the loop body, then only it will check the test condition while test. This is the last statement, so you need to put a semicolon after while. So the body will execute at least once, whatever the test may be, whether it is true or false, irrespective of the output of the test expression, the body of the loop will execute at least one time. Okay, after executing the loop body and updation, then only the test expression will be checked, and if the test is false, control goes to the next statement. If the test is true, body will be executed again. So these three loop statements or iteration statements are classified into two: entry controlled and exit controlled. Both while and for are entry controlled because the test condition is tested before the execution of the loop body, and do while is an exit control loop. The condition is checked after executing the body at least one time. Do while വെച്ചിട്ടൊരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ജസ്റ്റ് ഇതേ പ്രോഗ്രാമിനെ നമുക്ക് ഡു വൈൽ ഉപയോഗിച്ചിട്ടും ഇവിടെ ചെയ്യാം. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഡു cout n n++ while n less than or equal to 10. Condition will be checked, then it will repeat 10 times and print the output
ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഡു വൈൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡു വൈൽ നമ്മൾ ഏത് പ്രോഗ്രാമിനകത്ത് നമുക്ക് ഡു വൈൽ ഒരു റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലാർജസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇഫ് ടെർണറി എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ട്. എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം നമ്മൾ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ബിഗ്ഗസ്റ്റ് എമംഗ് ടു നമ്പേഴ്സ്. അപ്പോൾ പ്രോഗ്രാം 2 നമ്പർ എൻ്റർ ചെയ്യുക, 5 ഈസ് ലാർജർ. ഇത് നമ്മൾ ഇനി അടുത്തത് എൻ്റർ ചെയ്യണമെങ്കിൽ വീണ്ടും ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. വീണ്ടും ചോദിക്കും 6 8. ഇവിടെ നമുക്ക് ഈ ഔട്ട്പുട്ട് സ്ക്രീനിൽ നിന്ന് പുറത്തു പോകാതെ വീണ്ടും നമുക്ക് അടുത്ത 2 എണ്ണം ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഡു വൈൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മളൊരു ഡു വൈൽ ലൂപ്പിനുള്ളിൽ കൊടുക്കും. അതിന് ശേഷം നമുക്കിവിടെ ഒരു യൂസറിനൊരു ക്വസ്റ്റ്യൻ കൊടുക്കും. ഡു യു വാണ്ട് ടു ചെക്ക് അനദർ 2 നമ്പേഴ്സ്, യെസ് ഓർ നോ. യൂസർ യെസ് വൈ പ്രസ് ചെയ്താൽ ലൂപ്പ് ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യും. നോ പ്രസ് ചെയ്താൽ കൺട്രോൾ ഔട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നോക്കാം. ഞാൻ ആ പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റം വരുത്തി. ഇവിടെ ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം എൻ്റർ 2 നമ്പേഴ്സ്, ടെർണറി ഓപ്പറേറ്റർ എല്ലാം ഉണ്ട്, അതെല്ലാം ഇത്രയും കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഒരു യൂസറിനോട് ചോദിക്കുന്നു ഡു യു വാണ്ട് ടു കമ്പയർ അനദർ 2 നമ്പേഴ്സ്, യെസ് ഓർ നോ. ആ യെസ് നോ ഇവിടെ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ യൂസർ പ്രസ് ചെയ്യും. അത് യെസ് അല്ലെങ്കിൽ നോ. യെസ് വൈ ആണെങ്കിൽ മാത്രം അപ്പോൾ അത് CH എന്നുള്ള വേരിയബിളിലേക്ക് ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം വൈൽ CH ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ഓർ CH ഈസ് ഈക്വൽ ടു ഇതിലേതെങ്കിലും ഒന്ന്, സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററിലോ വൈ ആണ്. ബാക്കി ഏത് ക്യാരക്ടർ ഞെക്കിയാലും ഈ കണ്ടീഷൻ ഫാൾസ് ആവും. അപ്പം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാം ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ആദ്യ വ്യത്യാസമൊന്നുമില്ല. എൻ്റർ 2 നമ്പേഴ്സ്, 4 6 ഈസ് ലാർജർ. ഡു യു വാണ്ട് ടു കമ്പയർ അനദർ 2 നമ്പേഴ്സ്, യെസ് ഓർ നോ. യെസ് പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുന്നു, അത് ലൂപ്പിനുള്ളിൽ തന്നെയാണ്, യെസ് ആണ്. വീണ്ടും ചെക്ക് ചെയ്തു. വൈൽ CH ഈസ് ഈക്വൽ ടു യെസ് വൈ ഓർ CH ഈസ് ഈക്വൽ ടു സ്മോൾ വൈ ആണ്. അപ്പം കണ്ടീഷൻ ശരിയാണ്. വീണ്ടും ബോഡി ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യുന്നു. ബോഡിയിൽ എൻ്റർ 2 നമ്പേഴ്സാണ്. നമ്പർ എൻ്റർ ചെയ്തു. നമ്മൾ ക്യാപിറ്റൽ വൈ കൊടുക്കുന്നു. എൻ്റർ 2 നമ്പേഴ്സ്. ഇനി നമ്മൾ നോ കൊടുത്തു. പ്രസ് കീ ടു കണ്ടിന്യൂ. പ്രോഗ്രാം എക്സിറ്റ് കഴിഞ്ഞു, പുറത്ത് കാണും. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഡു വൈൽ ഉപയോഗിച്ച് നമുക്കൊരു പ്രോഗ്രാമിന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് സ്ക്രീനിൽ നിന്ന് പുറത്തു പോകാതെ ഒരേ സെയിം ഔട്ട്പുട്ട് സ്ക്രീൻ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഒറ്റ പ്രാവശ്യത്തെ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പല പ്രാവശ്യം ഇൻപുട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഡു വൈലിൻ്റെ സഹായം ഉപയോഗിക്കാൻ പറ്റും. ഡു വൈൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എല്ലാ പ്രോഗ്രാമുകളിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു, സം ഓഫ് 2 നമ്പേഴ്സ്, ആവറേജ് ഓഫ് 2 നമ്പേഴ്സ്. നമുക്ക് സം ഓഫ് 2 നമ്പേഴ്സ് 2 നമ്പർ കൊടുത്ത് 5 2 7 കിട്ടി. അടുത്ത 2 നമ്പർ ഉള്ളത് കണ്ടുപിടിക്കണം. നമ്മൾ വീണ്ടും പുറത്ത് പോയി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാതെ അവിടെ തന്നെ നമ്മൾ അതേ ഔട്ട്പുട്ട് സ്ക്രീനിൽ ചെയ്യാനായിട്ട് നമുക്ക് ഡു വൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് നെസ്റ്റഡ് ലൂപ്പുകളിലേക്ക് പോകുന്നു. നമ്മൾ നെസ്റ്റഡ് നേരത്തെ പഠിച്ചിട്ടുണ്ട്, നെസ്റ്റഡ് ഈഫ് പഠിച്ചിട്ടുണ്ട്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ മറ്റൊരു ഈഫ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നു. സോ ഹിയർ പ്ലേസിങ് എ ലൂപ്പ് ഇൻസൈഡ് ദി ബോഡി ഓഫ് അനദർ ലൂപ്പ് ഇസ് നോൺ ആസ് നെസ്റ്റഡ് ലൂപ്പ്. നമ്മൾ ഫോർ ലൂപ്പിനകത്താണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ്. അപ്പം പുറത്തെ ആദ്യത്തെ ലൂപ്പിന് നമ്മൾ ഔട്ടർ ലൂപ്പ് എന്നും രണ്ടാമതുള്ളിലുള്ള ലൂപ്പിന് ഇന്നർ ലൂപ്പ് എന്നും പറയുന്നു. നമ്മുടെ ക്ലോക്കിൻ്റെ ഒക്കെ മിനിറ്റ് ആൻഡും സെക്കൻഡ് സൂചിയും മിനിറ്റിൻ്റെ സൂചിയും മൂവ് ചെയ്യുന്നു. അതുപോലെ മിനിറ്റ് സൂചി നമുക്ക് ഔട്ടർ ലൂപ്പ് എന്നും സെക്കൻഡ് സൂചി ഇന്നർ ലൂപ്പിന് വരെ കിട്ടും. അപ്പം സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി ഒന്ന് മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് സൂചി 60 ഒന്ന് മൂവ് ചെയ്യും. അടുത്ത ഒന്ന് മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് സൂചി 60 പോയിൻ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഇതേപോലെ ഔട്ടർ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇന്നർ ലൂപ്പിൽ നമ്മൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത് അത്രയും പ്രാവശ്യമായ ഇന്നർ ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
ഒരു ഫോർ ലൂപ്പ് ഫോർ ഇൻറ്റ് ഐ ഈസ് ഇക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഐ പ്ലസ് പ്ലസ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? സി ഔട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ 1 ആണ്, പ്രിൻ്റ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 5 വരെ പ്രിൻ്റ് ചെയ്യും. 5 വരെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനുള്ളിൽ നമ്മൾ മറ്റൊരു ഫോർ ലൂപ്പ് കൊടുത്തു. ഇൻറ്റ് ഐ ജെ ഈസ് ഇക്വൽ ടു 1 ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ജെ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് ജെ 1 to 2 ഈ ലൂപ്പ് 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഐ ഈസ് ഇക്വൽ ടു 1 ആയിരിക്കുന്ന സമയത്ത് ഈ മൊത്തത്തിൽ ഇത് 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇത് ഒരു 1 ആകുമ്പോൾ കൺട്രോളിൻ്റെ ഉള്ളിലേക്ക് വരും. അവിടെ അതിനകത്തൊരു ലൂപ്പുണ്ട്, ഇന്നർ ലൂപ്പ് 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഔട്ടർ ലൂപ്പ് അപ്ഡേഷൻ നടക്കും, 2 ആകും, ഇന്നറിലേക്ക് വരും, ഇത് വീണ്ടും 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തേന് 2 പ്രാവശ്യം, രണ്ടാമത്തേന് വീണ്ടും 2 പ്രാവശ്യം, മൂന്നാമത്തേന് ഇത് 2 പ്രാവശ്യം, 2 പ്രാവശ്യം. അപ്പം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിനെ നമുക്ക് ഈ ഔട്ടർ ലൂപ്പ് എത്രാമത്തെ ഇറ്ററേഷനാണ്? ഒന്നാമത്തെ ഇറ്ററേഷനിൽ ഇന്നർ ലൂപ്പ് 1 പ്രാവശ്യം വർക്ക് ചെയ്യണം, രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഇന്നർ ലൂപ്പ് 2 പ്രാവശ്യം വർക്ക് ചെയ്യണം, മൂന്നാമത്തെ ഇറ്ററേഷനിൽ 3 പ്രാവശ്യം വർക്ക് ചെയ്യണം, നാലാമത്തെ ഇറ്ററേഷനിൽ 4 പ്രാവശ്യം വർക്ക് ചെയ്യണം, അഞ്ചാമത്തതിനകത്ത് 5 പ്രാവശ്യം വർക്ക് ചെയ്യണമെങ്കിൽ ഇതിപ്പം ഓരോ ഇറ്ററേഷനിലും ഇത് 2 പ്രാവശ്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഔട്ടർ ലൂപ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഈ വേരിയബിൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിളിൻ്റെ ഇനിഷ്യലൈസേഷൻ നമ്മൾ ചെറുതായിട്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പം ഇത് 1 പ്രാവശ്യം വരുമ്പോൾ ഇത് 1 പ്രാവശ്യം വർക്ക് ചെയ്യണം. അപ്പോൾ ജെ ഈസ് ഇക്വൽ ടു 1 ആണ് ഇനിഷ്യലൈസേഷൻ, 1 മുതൽ 1 വരെ വർക്ക് ചെയ്യണം. ഇവിടെ 1 എന്നുള്ളത് ഐയിലാണുള്ളത്. അടുത്തത് ഇവിടെ ഐ 2 ആകും, അപ്പോൾ ഇത് 1 മുതൽ 2 പ്രാവശ്യം വർക്ക് ചെയ്യണം, 1 to 2 ആവണം. അടുത്തത് 3 ആകുമ്പോൾ ഇത് 1 to 3 ആവണം, 4 ആകുമ്പോൾ 1 to 4 ആവണം, അഞ്ചാമത്തെ പ്രാവശ്യം ആകുമ്പോൾ 1 to 5 ആവണം. അപ്പോൾ ഇവിടെ വരുന്ന ഈ സംഖ്യ 1 2 3 4 5 എന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. 1 2 3 4 5 എന്ന് വരുന്നത് ഇവിടെയുള്ള ഐ എന്ന വേരിയബിളാണ്, 1 ആകുന്നത് 2 ആകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഫോർ ജെ ഈസ് ഇക്വൽ ടു 1 ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിക്യൂഷൻ, ഇന്നർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഔട്ടർ ലൂപ്പിൻ്റെ ഇറ്ററേഷന് ആനുപാതികമായി ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത് നമ്മൾ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം തന്നെയാണ്. ഐ ഈസ് ഇക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 സി ഔട്ട് ഐ പറയുമ്പോൾ ഈ സംഖ്യ 1 എന്ന് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇത് 2 പ്രാവശ്യമാണ്, ഇത് 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും. അടുത്തത് മുകളിലേക്ക് പോകുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, 2 എന്ന് പറയുന്നു, 2 പ്രിൻ്റ് ചെയ്യുന്നു, ഹായ് എന്നുള്ളത് 2 പ്രാവശ്യം, ഇവിടെ 1 to 2 അടുത്ത് 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുന്നു. അടുത്ത 3 ആകുന്നു, 3 ഹായ് എന്ന് 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ജസ്റ്റ് നോക്കാം. 1 ഹായ് 2 ഹായ് 3 ഹായ് 4 5 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്തു. ഇത് നമുക്ക് താഴേക്ക് വേണം കൊണ്ടുവരാം. താഴെ കൊണ്ടുവരാൻ എന്താ ചെയ്യുന്നത്? 2 സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചാൽ മതി. പ്രസ് എനിക്ക് എന്നുള്ളത് താഴേക്ക് എത്തി. ഇനി നമ്മൾ ഹായ് എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സി ഔട്ടിനെ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ എവിടെ കൊടുക്കാം. മുകളിൽ കൊടുത്താൽ ആദ്യം ഒരു പുതിയ ന്യൂ ലൈൻ ഇൻസേർട്ട് ചെയ്യും. താഴെയാണെങ്കിൽ 1 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ലൈൻ ഇൻസേർട്ട് ചെയ്യും. ഹായ് ഇതിനെ നമ്മൾ താഴെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ മുകളിലത്തെ ഒരു ലൈൻ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഉണ്ടാകില്ല. നമ്മളെവിടെ കൊടുത്താൽ ശ്രദ്ധിക്കുക, ഫോർ ലൂപ്പിന് ശേഷം കർലി ബ്രേസിനുള്ളിലല്ല കൊടുത്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടത് കർലി ബ്രേസിനുള്ളിൽ കൊടുക്കാത്ത? ഈ ഫോർ ലൂപ്പിന് ഇവിടെ ബ്രേസ് ഇട്ടില്ല. ഇവിടെ നമുക്ക് സി ഔട്ട് ഹായ് എന്നുള്ളത് 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇവിടെ ഇവിടെ കർലി ബ്രേസ് ഇവിടെ ഒരു കർലി ബ്രേസ് ഉപയോഗിച്ചാൽ ഒരു ഹായ് പ്രിൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഹായ് പ്രിൻ്റ് ചെയ്യും, അത് അടുത്ത ലൈനിലേക്ക് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി 2 പ്രാവശ്യം ഹായ് പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് വേണ്ടത്? അടുത്ത ലൈനിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് അതിനെ നമ്മൾ താഴെ കൊടുത്തു.
അപ്പോൾ നമുക്ക് കുറേ പ്രോഗ്രാമുകൾ ഇത് ഈ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഹായ് ഒഴിവാക്കി. അതിന് പകരം സംഖ്യ നമ്മൾ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. 1 1 2 2 3 3 4 4 5 5. നമുക്ക് ആദ്യത്തെ ഐയുടെ വില 1 ആകുന്നു, അത് 2 പ്രാവശ്യം പ്രിന്റ് ചെയ്തു. 2 ആകുന്നു, 2 പ്രാവശ്യം പ്രിന്റ് ചെയ്തു. 3 2 പ്രാവശ്യം പ്രിന്റ് ചെയ്തു. 4 2 പ്രാവശ്യം പ്രിന്റ് ചെയ്തു. 5 2 പ്രാവശ്യം പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ഔട്ടർ ലൂപ്പിന് ആനുപാതികമായിട്ട് ഒരു പ്രാവശ്യം ഔട്ടർ ലൂപ്പിൻ്റെ കൗണ്ട് 1 ആകുമ്പോൾ നമുക്കിവിടെ 1 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. 2 ആകുമ്പോൾ 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. 3 ആകുമ്പോൾ 3 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ടെസ്റ്റ് കണ്ടീഷനകത്തുള്ള വേരിയബിൾ നമ്മൾ മാറ്റിയിട്ട് മുകളിലുള്ള ലൂപ്പ് കൺട്രോൾ വേരിയബിളായ ഐ ഇവിടെ കൊടുക്കുന്നു. അപ്പം 1 to i 1 to 1, ഇത് 2 ആകുന്നു, 1 to 2. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കമ്പയർ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. 1 2 3 4 5 ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പാറ്റേൺ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി അവിടെ നമുക്ക് സ്റ്റാറാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ സി ഔട്ട് നമ്പർ സി ഔട്ട് ചെയ്ത് ഐ എന്നുള്ള സി ഔട്ട്, ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മളൊരു സ്റ്റാർ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ലൈനിൽ 1 സ്റ്റാർ, രണ്ടാമത്തെ ലൈനിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ ലൈനിൽ 3 സ്റ്റാർ, നാലാമത്തെ ലൈനിൽ 4 സ്റ്റാർ, അഞ്ചാമത്തെ ലൈനിൽ 5 സ്റ്റാർ. സ്റ്റാർ പാറ്റേൺ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഒരു അസൈൻമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അസൈൻമെൻ്റ് ആയിട്ട് വന്നതായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞ് അങ്ങനെ താഴേക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്പർ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയൊരു സംഖ്യ കൂടി 1 2 3 4 5 6 7 8 9 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നമ്പർ പാറ്റേൺ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു പാറ്റേൺ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എന്നുള്ള ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? ആദ്യം 1 ആണ്, പിന്നെ 1-ലല്ല ഇതിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. 2 3 കഴിഞ്ഞാൽ 3 ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ അവിടെ മറ്റൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. n എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുന്നു. n-നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, എന്നിട്ട് n നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഐയും ജെയും ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഐ ആണ്, ഇന്നർ ലൂപ്പ് ജെ ആണ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം 2 ഇനിഷ്യലൈസേഷൻ ആദ്യത്തിൽ നടത്തിയിട്ടുണ്ട്, ഇവിടെ 2 അപ്ഡേഷനുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫോർ ലൂപ്പിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ഇനിഷ്യലൈസേഷനും ഒന്നിൽ കൂടുതൽ അപ്ഡേഷനും നടത്താം, പക്ഷേ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇനിഷ്യലൈസേഷൻ വരുമ്പോൾ അതിനെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. നമുക്ക് 3 കമ്പോണൻസ് ആണ് ഫോർ ലൂപ്പിൻ്റെ ബ്രേസിനുള്ളിലുള്ളത്: ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ. അപ്പോൾ അത് 3-നെ നമ്മൾ സെമിക്കോളൻ ഉപയോഗിച്ച് വേർതിരിക്കുന്നു. അതിൽ ഒന്നിൽ കൂടുതൽ ഇനിഷ്യലൈസേഷൻ വന്നാൽ ഇനിഷ്യലൈസേഷനുകളെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു, അപ്ഡേഷനുകൾ വന്നാൽ അപ്ഡേഷനുകളെയും കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. ഇവിടെ സെമിക്കോളൻ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാമിൽ എറർ വരും. ഓക്കെ, അതിനുശേഷം n എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ n = 1, എന്നിട്ട് നമ്മൾ n-നെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം n 1 ആയിരിക്കും, ദെൻ ഇത് 1 to 1 എക്സിക്യൂട്ട് ചെയ്തു, n-ൻ്റെ വില 1 ആയിട്ടിരിക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ n-നെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, n അപ്ഡേറ്റ് ചെയ്യുന്നു 1 2 3. പിന്നെ ഇവിടെ അപ്ഡേഷൻ നടക്കുന്നു, i 2 ആകുന്നു, ചെക്ക് ചെയ്യുന്നു, ഇവിടേക്ക് വരുന്നു, j = 1 മുതൽ 2 വരെ പ്രാവശ്യം ഔട്ട് ചെയ്യുന്നത് എന്താ, n ആണ്. n 2 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് 2 അപ്ഡേറ്റ് ചെയ്യുന്നു, ++3 പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ
വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു 2 3 ഇവിടെ 3 ആയതിനു ശേഷം എന്നിൻ്റെ വില 3 ആകുന്നു. 3 ആകുമ്പോൾ ഇത് 2 പ്രാവശ്യം i = 2 j = 1 to 2 എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഔട്ടർ ലൂപ്പായ i = 1 to 5 i ഇൻക്രിമെൻ്റ് ചെയ്തു. ഐയുടെ വില 3 ആകുന്നു. 3 ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രൂ ആണ്. താഴത്തെ ഇന്നർ ലൂപ്പിലേക്ക് വരുന്നവിടെ j = 1 to 3 n ഓൾറെഡി 3 ++ ആയി 4 ആയിട്ടുണ്ട്. അത് 4 പ്രിൻ്റ് ചെയ്യുന്നു. അത് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം എന്നും അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു അപ്ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത് n. അതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. +4 5 6 പ്രിൻ്റ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. ഇവിടെ 6 പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേഷൻ നടക്കും. 6 പ്രിൻ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പം ഇത് 3 ആകുന്നു. j = 1 to 3 ആണ്. 3 വരെ പ്രിൻ്റ് ചെയ്യുന്നു. അടുത്ത അപ്ഡേഷൻ നടക്കുമ്പോൾ j 4 ആകുന്നു, n 7 ആകുന്നു. j 4 ആകുമ്പോൾ കണ്ടീഷൻ തെറ്റി പുറത്തേക്ക് പോയി. അപ്പോൾ എന്നിൻ്റെ വില 7 ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് 1 to 4 വരുന്നു. ഇത് 1 to 4 ആയി. ഒന്നാമത്തെ പ്രാവശ്യത്തിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. j = 1 ആണ്. അത് പ്രിൻ്റ് ചെയ്യുന്നു. അടുത്ത 2 ആകുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. 3 ആകുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് n നേരത്തെ 7 ആയിട്ടിരിക്കുന്നുണ്ട്. 7 ആദ്യം പ്രിൻ്റ് ചെയ്യുന്നു, പിന്നെ 8 9 10 അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ട് ഇത് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തോ ഈ ഒരു പാറ്റേൺ ലഭ്യമാവും. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള വ്യത്യസ്ത പാറ്റേണുകൾ നമുക്ക് പ്രിൻ്റ് ഇങ്ങനെ ഈ നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ചിട്ട് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നു. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത് പ്രോഗ്രാം കൺട്രോൾ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ഫെസിലിറ്റേറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമുക്ക് 4 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് C++ൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് റിട്ടേൺ. ഇനി ഇത് കൂടാതെ ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ഉണ്ട് പ്രോഗ്രാമുകളെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എക്സിറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു എക്സിറ്റ് ഫംഗ്ഷനുമാണ് ഉള്ളത്. എക്സിറ്റ് ഫംഗ്ഷൻ അത് റിട്ടേണും എക്സിറ്റ് നമ്മൾ പിന്നീട് അടുത്ത ചാപ്റ്ററുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് കാണും. നമ്മളിവിടെ ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ 3 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ നമ്മൾ വിശദമായിട്ട് കാണുന്നത്. അങ്ങനെ പറഞ്ഞു, എക്സിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷനാണ്. ഇത് ഉപയോഗിക്കുന്നത് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അവസാനം എവിടെയെങ്കിലും വെച്ച് പ്രോഗ്രാം നമുക്ക് നിർത്തണമെങ്കിൽ അവിടെ നമ്മൾ എക്സിറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ആദ്യത്തേത് നമ്മളുടെ ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാം കൺട്രോളിന് പ്രോഗ്രാമിൽ എവിടേക്കും വേണമെങ്കിലും എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ എവിടേക്കാണ് ചെല്ലേണ്ടത് ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ ലേബൽ ചെയ്യണം. ഒരു ലേബൽ ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. അപ്പം ഗോ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എന്നത് ലേബൽ നെയിമാണ്. അപ്പോൾ സ്റ്റാർട്ട് എവിടെയാണോ സ്റ്റാർട്ട് എന്നുള്ള ലേബൽ കാണുന്നത് അവിടേക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഗോ ടു ഡിസ്പ്ലേ. ട്രാൻസ്ഫർ ദി പ്രോഗ്രാം കൺട്രോൾ ടു എനിവേർ ഇൻ ദി ഫംഗ്ഷൻ. അപ്പോൾ ആ ഒരു ഫംഗ്ഷനുള്ളിൽ അതിനകത്ത് നമ്മുടെ കൺട്രോളിനെ എവിടേക്ക് വേണമെങ്കിലും ഏത് ലൈനിൽ നിന്ന് ഏത് ലൈനിലേക്ക് നമ്മൾ ഗോ ടു ലൈൻ 2 എന്ന് പറഞ്ഞാൽ ലൈൻ 2 എന്ന് പറയുന്ന ലേബൽ അവിടെ കൊടുത്തിരിക്കുന്നത് അവിടേക്ക് പോകും. ലൈൻ 3. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രോഗ്രാം കൺട്രോളിനെ എവിടേക്ക് മാറ്റാൻ വേണ്ടി ആ ഫംഗ്ഷനുള്ളിൽ മാറ്റുന്നതിന് വേണ്ടിയാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്തിരിക്കണം, ലേബൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ലേബൽ എവിടെയാണ് കാണുന്നത് അവിടേക്ക് പോകും. സിൻടാക്സ് ഇങ്ങനെയാണ്. ഗോ ടു ലേബൽ, സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്നു, ശേഷം ലേബൽ തിരിച്ചറിയുന്നത് ലേബൽ കഴിഞ്ഞാൽ ലേബൽ നെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളൻ ഉണ്ടായിരിക്കും, ഫുൾ കോളൻ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് i = 1 സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ലേബൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ഉള്ളത്, ഫുൾ കോളൻ ഉണ്ട്. സി ഔട്ട് i 1 എന്ന് പറഞ്ഞു, 1 ഔട്ട് ചെയ്തു. ++i ഇൻക്രിമെൻ്റ് ചെയ്തു. നമ്മൾ ഈഫ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് ഈ 5 ≤ 5 കുറവ് ആണെങ്കിൽ 5 ആണെങ്കിൽ ഗോ ടു സ്റ്റാർട്ടിലേക്ക് പോവുക, i ഔട്ട് ചെയ്യുക.
വീണ്ടും i പ്ലസ് 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 ആയി കൊടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു, അങ്ങനെ അവസാനമായി 5 ആകുന്നു. 5 കണ്ടീഷൻ ശരിയാണ്, ഗോ ടു സ്റ്റാർട്ട്. 5 പ്രിന്റ് ചെയ്തു, പ്ലസ് പ്ലസ് ആയി 6 ആയി, കണ്ടീഷൻ ഫോൾസ് ആയി പുറത്തേക്ക് വന്നു. അപ്പോൾ ഇത് നമുക്കൊരു നേരത്തെ പഠിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് സാമ്യം തോന്നും, അതിൻ്റെ ഒരു പ്രവർത്തനവുമായിട്ട് അല്ലേ. ലൂപ്പ് ഇതൊരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സി ഔട്ട് ഐ എന്നുള്ളതിന് നമ്മൾ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട്. ഇങ്ങനെ നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ്, ഫോറിൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫോർ എഴുതി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവും. ഫോർ i is equal to 1, i less than or equal to 5, i plus plus c out i. അടുത്തത് നമ്മുടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ സ്വിച്ച് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ചു അല്ലേ. ഒരു കേസ് ശരിയായി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എന്ത് ചെയ്യണം, കേസ് സ്വിച്ചിനുള്ളിൽ നിന്ന് കൺട്രോള് പുറത്തേക്ക് പോകണം. അപ്പം ഇവിടെ പ്രോഗ്രാം കൺട്രോളിനെ ലൂപ്പിന് വെളിയിലേക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെ കാണുന്നോ അവിടെ വെച്ച് പ്രോഗ്രാം ആ ഒരു ലൂപ്പ് സ്റ്റോപ്പ് ചെയ്ത് കൺട്രോളിനെ ലൂപ്പിന് വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. സോ ഇറ്റ് ടേക്സ് ദി പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദി ഇമ്മീഡിയറ്റ് എൻക്ലോസിങ് ലൂപ്പ്. അതിൻ്റെ തൊട്ടടുത്ത ലൂപ്പ് ഏതാണോ ബ്രേക്കിന് ശേഷം കാണുന്ന ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഏത് ലൂപ്പിനുള്ളിലാണോ വരുന്നത് ആ ഏറ്റവും അടുത്ത ലൂപ്പ്. ഇപ്പോൾ 2 ലൂപ്പുകൾക്കുള്ളിലാണുള്ളതെങ്കിൽ അതിന് അകത്തുള്ള ഏറ്റവും അകത്തുള്ള ലൂപ്പ് നിന്നും പുറത്തേക്ക് വരും കൺട്രോൾ. സോ ഇറ്റ് ടേക്സ് ദി പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദി ഇമ്മീഡിയറ്റ് എൻക്ലോസിങ് ലൂപ്പ്. അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ n is equal to 1, n less than or less than 5, n plus plus c out n. അതായത് ലെസ് ദാൻ 5 വരെ 1 മുതൽ 4 വരെ പ്രിന്റ് ചെയ്യും. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഇഫ് n is equal to 3 ചെക്ക് ചെയ്യുന്നു, n 3 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു. അപ്പം n 1 പ്രിന്റ് ചെയ്യുന്നു, ചെക്ക് ചെയ്തു, കുഴപ്പമില്ല, ഹായ് എന്ന് പ്രിന്റ് ചെയ്തു. ഇൻക്രിമെൻറ്റ് ചെയ്തു, 2 പ്രിന്റ് ചെയ്തു, ചെക്ക് ചെയ്യുന്നു, കുഴപ്പമില്ല, ഹായ് എന്ന് പ്രിന്റ് ചെയ്തു. ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 3 പ്രിന്റ് ചെയ്യുന്നു, ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യുന്നു, n is equal to 3 ആണ്, ബ്രേക്ക് കാണുന്നു, കൺട്രോൾ പുറത്തേക്ക് പോകുന്നു. ദി ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോഴ്സസ് ടെർമിനേഷൻ ഓഫ് ദി ലൂപ്പ്. ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്രേക്ക് ഗോ ടു അവിടെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം ഉണ്ട്. ഗോ ടു സ്റ്റാർട്ട് സി ഔട്ട് ഐ, ഈ ഫയൽ സ്ഥാനം ഗോ ടു സ്റ്റാർട്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെയിം റിസൾട്ട് കിട്ടും. 1 to 5 ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. 1 2 3. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ലേബലാണ്. ലേബൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേബലിന് ശേഷം എന്തുണ്ട്, കോളൻ ഫുൾ കോളൻ ഉണ്ടായിരിക്കും. അപ്പോൾ ലേബലുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് സ്റ്റാർട്ട് കോളൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ലേബലാണ്. ഇപ്പോൾ ലേബൽ കണ്ടാൽ അതിനറിയാം ഇവിടെ എവിടെയോ ഒരു ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഗോ ടു സ്റ്റാർട്ട്. കുറവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും, 3 ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 ആകുമ്പോൾ ഔട്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഈ ഫോർ ലൂപ്പിനുള്ളിൽ ഒരു സി ഔട്ട് എന്നും ഒരു കണ്ടീഷൻ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഒരു ഹായ് എന്നുള്ളൊരു ഔട്ട്പുട്ടുണ്ട്. ഇത് നമ്പറും ഹായും ഔട്ട്പുട്ട് വന്നുകൊണ്ടേയിരിക്കും. അവസാനം 3 ആകുമ്പോൾ നമ്പർ 3 പ്രിന്റ് ചെയ്യും. അതിന് ശേഷമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് 3 എത്തിക്കഴിയുമ്പോൾ നിൽക്കും, പിന്നെ ഹായ് ഇല്ല. അപ്പം ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഇമ്മീഡിയറ്റ്ലി ടേക്സ് ദി കൺട്രോൾ ഔട്ട്സൈഡ് ദി ലൂപ്പ്. ഫോഴ്സ്ഫുള്ളി it will stop the execution of the loop and takes the control outside the loop. അടുത്തത് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് ബ്രേക്ക് ഇവിടെ വെച്ച് നിർത്തി ബാക്കിയുള്ള എക്സിക്യൂഷൻ മുഴുവൻ എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. പക്ഷേ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഇറ്ററേഷനിലേക്ക് അതിനെ സ്കിപ്പ് ചെയ്ത് അടുത്ത ഇറ്ററേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. സോ യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് or part of the codes within the loop body and forcing the next iteration.
അപ്പോൾ ഇതിനുള്ളിലുള്ള ഒരു ഭാഗത്തെ തൽക്കാലത്തേക്ക് ആ ഒരു ഇറ്ററേഷൻ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ഇറ്ററേഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതേ പ്രോഗ്രാം കോഡിൽ ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന വ്യത്യാസം, ഇവിടെ 1 high 2 high 3 പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 3 ചെക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ പറയും. കണ്ടിന്യൂ പറഞ്ഞാൽ ബാക്കിയുള്ളത് ഇതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത ഇറ്ററേഷനിലേക്ക് 4ലേക്ക് പോകുന്നു. അപ്പോൾ 4 ഹൈ എന്നുണ്ട്. അപ്പോൾ 3 എന്ന് പറയുന്നത് 3 മാത്രമല്ല, ഹായ് പ്രിൻ്റ് ചെയ്യല്ലോ. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത ഇറ്ററേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഫോഴ്സ് ചെയ്യുന്നത് ടെർമിനേഷൻ ഓഫ് ദി ലൂപ്പ് ആണെങ്കിൽ കണ്ടിന്യൂ ഫോഴ്സ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇറ്ററേഷൻ ഓഫ് ദി ലൂപ്പിലേക്കാണ്. ആ ലൂപ്പിൽ തന്നെ ലൂപ്പിൽ നിന്ന് വെളിയിൽ പോയില്ല. ലൂപ്പിൽ നിന്ന് വെളിയിൽ പോകണമെങ്കിൽ ലൂപ്പ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആയാൽ മാത്രമേ ലൂപ്പിൽ നിന്ന് വെളിയിൽ പോകുള്ളൂ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്തായാലും ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യും. ഇവിടെ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യില്ല, ലൂപ്പ് ആ ഒരു ഇറ്ററേഷനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഫോഴ്സ് ചെയ്ത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യും. ജസ്റ്റ് അത് നമുക്ക് ആ ബ്രേക്കിൻ്റെ അവിടെ നമ്മൾ കണ്ടിന്യൂ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മൾ ബ്രേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നു. അത് സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് നമ്മൾ എക്സിക്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ 1 ഹായ് 2 ഹായ് 3 ഹായ് എന്നുള്ളത് 3 പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് I = 3 കണ്ടിന്യൂ. അപ്പം ബാക്കിയുള്ള ബോഡി സ്കിപ്പ് ചെയ്ത് അടുത്ത ഇറ്ററേഷനിലേക്ക് 4 ഹായ് പോന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്കും കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നത്. ഒരു വ്യത്യാസം ഇതാണ്. നമുക്ക് ടെക്സ്റ്റിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്കിത് കണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടാവും. കണ്ടിന്യൂ ബ്രേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രേക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, യൂസ് ഓൺലി വിത്തിൻ ലൂപ്സ്. കണ്ടിന്യൂ എന്നുള്ളത് ലൂപ്പിനുള്ളിൽ മാത്രം ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ലൂപ്പിൽ മാത്രമല്ല നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ബ്രേക്ക് ടേക്സ് ദി കൺട്രോൾ ഔട്ട്സൈഡ് ദി ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദി റിമൈനിങ് പാർട്ട് ഓഫ് ദി ബോഡി. ബ്രേക്ക് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ലൂപ്പിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ സ്കിപ്പ് ചെയ്ത് വെളിയിലേക്ക് കൺട്രോൾ പോകുന്നു. കണ്ടിന്യൂ എന്താ ചെയ്യുന്നത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഫോഴ്സസ് നെക്സ്റ്റ് ഇറ്ററേഷൻ ഓഫ് ദി ലൂപ്പ്. ദെൻ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ഓൺലി വെൻ ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദി ലൂപ്പ് റിട്ടേൺസ് ഫോൾസ്. ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെയാണ്. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയാൽ മാത്രമേ കണ്ടീഷൻ പുറത്തേക്ക് കൺട്രോൾ പുറത്തേക്ക് പോവുകയുള്ളൂ. പക്ഷെ ബ്രേക്കിൻ്റെ അങ്ങനെയല്ല. ബ്രേക്ക് എന്താ പ്രശ്നം, കണ്ടീഷൻ ശരിയായാലും തെറ്റായാലും ബ്രേക്ക് എന്ത് ചെയ്യുന്നു, it will forces termination of the loop. Either the condition is true or false. Whenever a break is encountered inside a loop, the break statement forces termination of the loop and takes the control outside the immediate enclosing loop. അത് പുറത്തേക്ക്. അപ്പോൾ ഈ ഹെഡിങ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ടെക്സ്റ്റിൽ അത് മാറ്റിയിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ ഉള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ പുതുതായിട്ട് നമ്മുടെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകളും നെസ്റ്റഡ് ലൂപ്പുമാണ്. ബാക്കിയുള്ള നമ്മൾ പഠിച്ചാണ്. നെസ്റ്റഡ് ലൂപ്പ് ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് കൊടുക്കുന്നു എന്ന് മാത്രം. പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ തന്നെ. അതിൻ്റെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഒന്ന് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കൺട്രോളിനെ ഫംഗ്ഷനുള്ളിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കറണ്ട് ഇറ്ററേഷൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ഇറ്ററേഷനിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, നോട്ട് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുക. നമ്മളടുത്ത അറേസ് എന്ന ചാപ്റ്ററാണ് 2ാമത്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.